അമൽ, അവിടെ ഏതൊക്കെ മേഖലകളിലാണ് മോക്ഡ്രിൽ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? സൈറൺ മുഴങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഏതൊക്കെ മേഖലയിലാണ് ഇപ്പോൾ കൊച്ചിയിൽ, എറണാകുളത്ത് മോക്ഡ്രിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? സിദ്ധുരി, ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലെ ലുലു മാളിലാണ്. ഇവിടെ 4 മണിയോടുകൂടി തന്നെ ഇവിടെയുള്ള ഈ ജനങ്ങൾക്ക് ഇൻഫർമേഷൻ നൽകിയിട്ടുണ്ട്. അതായത് ഒരു അനൗൺസ്മെൻറ്റ് എന്ന രീതിയിലായിരുന്നു ഇൻഫർമേഷൻ നൽകിയത്. അതിൻ്റെ ഭാഗമായി ലുലു മാളിലെ ഏറ്റവും ആദ്യഘട്ടമായി തന്നെ ഈ ലുലു മാളിലെ ലൈറ്റുകളൊക്കെ തന്നെയും ഓഫ് ചെയ്യുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ മാളിലേക്ക് എത്തിയ ജനങ്ങളൊക്കെ തന്നെയും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് സെൻറ്റർ ഭാഗങ്ങളിലേക്ക് കൂടി നിൽക്കുകയായിരുന്നു. ഈ ലുലു മാളിന് പുറമെ മറ്റ് പല ഇടങ്ങളിലായി, അതായത് കൊച്ചിയിലെ കോർപ്പറേഷൻ, ഒപ്പം തന്നെ കളക്ട്രേറ്റ്, അതുപോലെ മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിലൊക്കെ തന്നെയാണ് ഈ മോക്ക് ഡ്രില്ല് നടക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ഇൻഫർമേഷൻ, ഒപ്പം തന്നെ സൈറൺ മുഴങ്ങിയ ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങളൊക്കെ തന്നെയും അവരുടെ ഒരു ഇടത്തിലേക്ക്, അതായത് ഒരു പ്രത്യേക ഇടത്തിലേക്ക് അവർ മാറി നിൽക്കുകയും അത്തരത്തിൽ സുരക്ഷിതമായ രീതിയിലേക്ക് അവർ മാറുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു സൈറൺ മുഴങ്ങിയ ആ ഒരു സാഹചര്യത്തിൽ അവർ ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെയുള്ള ജനലുകൾ ഒക്കെ തന്നെയും അടച്ചുകൊണ്ട്, ഒപ്പം തന്നെ മറ്റ് പ്രകാശമൊന്നും ലഭിക്കാത്ത രീതിയിൽ അവ കർട്ടനിട്ട് മൂടിയൊക്കെ തന്നെയാണ് അവർ ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 4 മണിക്ക് സൈറൺ മുഴങ്ങുന്നു. ഏകദേശം 4:28, അത് 28 മിനിറ്റ് വരെയാണ് ഈ മോക്ക് ഡ്രില്ല് നടക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് നൽകിയ ഇൻഫർമേഷൻ, അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ എല്ലാവർക്കും ഇൻഫർമേഷൻ നൽകിയിരുന്നു. ഇൻഫർമേഷനിൽ പറയുന്നത് ഈ ആദ്യഘട്ടത്തിൽ, അതായത് 4 മണിയോടുകൂടി ഒരു 30 സെക്കൻഡിൽ 3 തവണയായി ഈ ഒരു അലാറം അതായത് മുഴങ്ങും, ഒരു സൈറൺ മുഴങ്ങും. ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഇത്തരത്തിൽ ലൈറ്റുകൾ ഓഫ് ചെയ്യുക, ഒപ്പം തന്നെ ഈ ജനലുകളും വാതിലുകളും ഒക്കെ തന്നെ കർട്ടനിട്ട് അല്ലെങ്കിൽ മറ്റ് കാർഡ്ബോർഡ് ഉപയോഗിച്ച് അത് ക്ലോസ് ചെയ്യുക. മറ്റൊരു തരത്തിലുള്ള പ്രകാശവും പുറത്തു വരാത്ത രീതിയിൽ അത് ക്ലോസ് ചെയ്യുക. ഒപ്പം തന്നെ ഇവർ സുരക്ഷിതമായ ഒരു രീതിയിലേക്ക് അവർ മാറി നിൽക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും, അതായത് ഒരു അടിയന്തര സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ആവശ്യം, ഈ മരുന്നുകൾ, ഭക്ഷണം, വെള്ളം, ഒപ്പം തന്നെ ടോർച്ച്, ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള ഒരു കിറ്റ് ഇവർ കയ്യിൽ കൊണ്ടു നടക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഇൻഫർമേഷനായി നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു അപകട സാധ്യത ഉള്ള സാഹചര്യത്തിൽ നൽകുന്ന സൈറൺ, അതായത് അല്പം ദൈർഘ്യമേറിയ ഒരു സൈറൺ മുഴങ്ങും. അതോടുകൂടി ഇവർ കുറച്ചുകൂടി സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുക, അത്തരത്തിലുള്ള ഇൻഫർമേഷനാണ് നൽകിയിട്ടുള്ളത്. അഗ്നിരക്ഷാ സേനയുടെ അടക്കം നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഈ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷനുകളും ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ കൊച്ചി ലുലു മാളിലാണ് ഉള്ളത്. ഇത്തരത്തിൽ 4 മണിയോടുകൂടി തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ലൈറ്റുകളൊക്കെ തന്നെയും ഓഫ് ചെയ്തു, ഒപ്പം തന്നെ മറ്റ് വിൻഡോകളും, ഒപ്പം തന്നെ മറ്റ് ജനലുകളൊക്കെ തന്നെയും ഈ കർട്ടനും മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ക്ലോസ് ചെയ്ത് അത്തരത്തിലാണ് ഇവിടെ ഈ ഒരു മോക്ക് ഡ്രില്ല് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 28ഓടുകൂടി ദൈർഘ്യമുള്ള ആ ഒരു സൈറൻ മുഴങ്ങും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ലുലു മാളിൽ ഈ ഒരു മോക്ക് ഡ്രിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.